മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനും ഭാഗ്യം തന്നതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ഫ്രെനി. ഞാൻ അരൂർ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ഇടവാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഒക്ടോബർ മാസം 2023 എൻ്റെ ആദ്യത്തെ ഒരു നിയോഗമായിരുന്നു എനിക്ക് ജർമ്മൻ എക്സാം പാസ്സാവണം, ജർമ്മനിയിൽ പോകണമെന്നുള്ളത്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ജർമ്മൻ പഠിക്കാൻ കയറിയത്. ഞാൻ ഓൺലൈനിലായിട്ടാണ് പഠിച്ചത്. എനിക്കപ്പോൾ കുർബാന കൂടാനും കുടുംബ പ്രാർത്ഥനയിലൊക്കെ പങ്കുകൊള്ളാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ തിരഞ്ഞെടുത്തത്. എന്നിട്ട് ജർമ്മൻ പഠിച്ചു. അതിനുശേഷം എക്സാം എഴുതാൻ ഡേറ്റ് കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടി. ഞാൻ 3-4 തവണ എക്സാം എഴുതിയെങ്കിലും പാസ്സാകാൻ സാധിച്ചില്ല. അങ്ങനെ ബാംഗ്ലൂർ എക്സാം എഴുതിയാൽ പെട്ടെന്ന് റിസൾട്ട് വരുമെന്ന് പറഞ്ഞ് ബാംഗ്ലൂർ എക്സാമിന് ഡേറ്റ് എടുത്ത് എക്സാം എഴുതി. രണ്ടാമത്തെ ദിവസം റിസൾട്ട് വന്ന് ഞാൻ മാതാവിനോട് 60 മാർക്കാണ് ചോദിച്ചത്. മാതാവ് എനിക്ക് 3 മാർക്കും കൂടെ കൂട്ടി തന്ന് എന്നെ പാസ്സാക്കി തന്ന്. അവിടെ വെച്ച് എനിക്ക് ചെറിയ അടയാളങ്ങളൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അടയാളങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ എൻ്റെ പ്രോസസ്സിങ് ആയിരുന്നു. പ്രോസസ്സിങ് നല്ല രീതിയിൽ തന്നെ നടന്ന്. പിന്നെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത്. ഇൻ്റർവ്യൂസ് പാടായിരുന്നു. കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തായിരുന്നു ഞാൻ. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് പാസ്സായി. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ബെർലിനിൽ പോകണമെന്നായിരുന്നു. അതേപോലെ തന്നെ ബെർലിനിലേക്കാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത്. ഇൻ്റർവ്യൂസ് പാസ്സായിക്കതിന് ശേഷം പിന്നെ വിസക്ക് ഡേറ്റ് എടുക്കണമായിരുന്നു. വിസക്ക് ഡേറ്റ് എടുക്കാൻ 8-9 മാസത്തോളം വെയിറ്റ് ചെയ്ത് കുറേ ആൾ കാത്തിരുന്നിട്ട് എനിക്ക് കൊച്ചിയിൽ വേണമെന്നായിരുന്നു ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ എനിക്ക് കൊച്ചിയിൽ തന്നെ അമ്മ മാതാവ് തന്ന ഡേറ്റ്. അങ്ങനെ കൊച്ചിയിൽ വിസക്ക് എനിക്ക് നവംബർ 21 വിസക്ക് സബ്മിഷന് ഡേറ്റ് കിട്ടിയത്. അമ്മ മാതാവിൻ്റെ സമർപ്പണ തിരുനാളിൻ്റെ അന്ന് ഞാൻ സബ്മിഷന് പോയപ്പോൾ ഉടമ്പടി തൈലം കാശുരൂപമൊക്കെ പിടിച്ച് ഉപ്പൊക്കെ വിതറിയാണ് ഞാൻ VFSൽ കയറിയത്. സബ്മിഷൻ എല്ലാം കഴിഞ്ഞ് എനിക്ക് 48-ാം ദിവസമാണ് എനിക്ക് വിസ വന്നത്. കുറേ വൈകിയപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, വിസ റിജക്ഷൻ ആവോ. പിന്നെ എനിക്ക് മുമ്പേ കഴിഞ്ഞ് വെച്ച പിള്ളേർക്കൊക്കെ വിസ പെട്ടെന്ന് വന്നായിരുന്നു. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, വരുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് 48-ാം ദിവസം വിസ വന്ന്. ഞങ്ങൾക്ക് 48 ദിവസവും ഒരു നേരം ഉപവസിച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഞാനും അമ്മയും. പിന്നെ ഞാൻ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു ഒരു 6 എന്നുള്ളൊരു നമ്പർ. അപ്പോൾ എൻ്റെ എല്ലാം നടന്നത് ഒരു 6 എന്നുള്ള സമയം. പിന്നെ എനിക്ക് വിസ ഡിസ്പാച്ച് ആയത് ഒരു 6-ാം തീയതിയാണ്. പിന്നെ അങ്ങനെ എൻ്റെ എല്ലാ കാര്യവും ശരിയായി. ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ ഈ മാസം 30-ാം തീയതി ജർമ്മനിയിലേക്ക് പോകണേണ്. എൻ്റെ രണ്ടാമത്തെ ഒരു നിയോഗമായിരുന്നു എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്നുള്ളത്. എനിക്ക് 2ഉം 4ഉം കിട്ടണമെന്നുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പേടിയായിരുന്നു, ടെൻഷനൊക്കെ ആയിരുന്നു. അങ്ങനെ ഡ്രൈവിംഗ് പഠിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി. 2ഉം കിട്ടി, Hഉം കിട്ടി. പക്ഷെ റോഡ് പോയി. എന്നാലും പിന്നെ അറ്റൻഡ് ചെയ്യാനൊരു ടെൻഷനായിരുന്നു. എന്നാലും എടുത്തിട്ട് ജർമ്മനിയിലേക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ രണ്ടാമത് ഡേറ്റ് എടുത്തെങ്കിലും താല്പര്യമില്ലാണ്ടാണ് ഞാൻ പോയത്. ടെസ്റ്റിന് കിട്ടിയ സാറ് ഇച്ചിരി ചൂടായിട്ടുള്ളൊരു സാറായിരുന്നു. എന്നാലും ഞാൻ സെക്കൻഡ് ബാച്ചായിരുന്നു. അപ്പോൾ എനിക്കൊരു ദേഷ്യപ്പെട്ടുള്ളൊരു സാറ്, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ആ സാറ് തന്നെയായിരുന്നു. അപ്പോൾ ആ സാറിനെ തന്നെ കിട്ടല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. മാതാവ് എനിക്ക് നല്ല ഈശോനെ പോലത്തെ ഒരു സാറിനെ തന്ന്. അങ്ങനെ ഞാൻ ടെസ്റ്റിന് കയറി. മാതാവ് വേണം ഓടിക്കാൻ, എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ മാതാവാണ് ഓടിച്ചത്. ഞാൻ അങ്ങനെ പാസ്സായി. എനിക്കിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസും കിട്ടി എനിക്ക്. പിന്നെ 3-ാമത്തെ ഒരു നിയോഗമായിരുന്നു. എൻ്റെ അപ്പൻ്റെ കയ്യിൽ ചെറിയൊരു മുഴയുണ്ടായിരുന്നു. അപ്പം ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷമൊക്കെ ഉടമ്പടി തൈലം പുരട്ടി ഉപ്പൊക്കെ കൊടുക്കും, തേനൊക്കെ കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മുഴയും മാറി കിട്ടി. പിന്നെ എനിക്ക് സൈനസൈറ്റിസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും പ്രാർത്ഥിച്ച് യൂറിൻ ഇൻഫെക്ഷൻ, പിന്നെ പനി എല്ലാ മാസവും വരുമായിരുന്നു, അതൊക്കെ മാറിക്കിട്ടി. ഇത്രയും കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തെന്ന് വെച്ചത്, ഞങ്ങൾ പെരുമ്പടപ്പ് കൾട്ടസിൽ പോയി അവിടുത്തെ അമ്മമാരെ ഞാൻ ശുശ്രൂഷിക്കുമായിരുന്നു, കുളിപ്പിക്കുമായിരുന്നു. എല്ലാ ആഴ്ചയിലും പോകുമായിരുന്നു. അവിടെ പറ്റുന്ന രീതിയിൽ ചെറിയ ഭക്ഷണമൊക്കെ കൊടുത്ത് അവരങ്ങനെ സഹായിക്കുകയും അവരോട് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. കുട്ടികളെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട് അനാഥാലയത്തിൽ. പിന്നെ മരിയൻ സദനത്തിൽ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള രോഗികളെയൊക്കെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേർച്ച വസ്തുക്കളായ ഉപ്പ്, തേൻ, കാശുരൂപമൊക്കെ ഞങ്ങൾ ആവശ്യമുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയ സമയത്ത് ഞാൻ എക്സാം പാസ്സായ സമയത്ത് ഒരു നേർച്ച നേർന്നിരുന്ന പോലെ ഒരാഴ്ച വന്ന് ഇവിടെ പ്രേക്ഷിത വേല ചെയ്തോളാം എന്നുള്ളത്. അങ്ങനെ ഇവിടെ വന്ന് പത്രം മടക്കാനൊക്കെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്ക് മാതാനും കോടാനുകൂടി നന്ദി. ഞാൻ ഇനിയും ജർമ്മനിയിൽ ചെന്നിട്ട് ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. അത് എനിക്കൊരു നേഴ്സായിട്ട് വന്ന് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയും. യാക്കോബ് 4:8 ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഫ്രണി ജൂലി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ജർമ്മൻ പരീക്ഷകൾ പാസ്സായതും ജർമ്മനിയിൽ പോകുവാനുള്ള വിസയും ടിക്കറ്റും ലഭിച്ചതിൻ്റെയും സാക്ഷ്യവും 2 വീലർ 4 വീലർ ലൈസൻസ് ലഭിച്ചതിൻ്റെ സാക്ഷ്യവുമാണ് അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, വിശേഷവിധിയായി എന്ത് ചെയ്യുന്നുവെന്നത് സുവിശേഷത്തിൻ്റെ ഒരു ചോദ്യമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിന്, പ്രത്യേകമായൊരു അനുഗ്രഹത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിന് നാം എങ്ങനെ, എന്ത് പ്രത്യേകതയുള്ള പെരുമാറ്റം, ഒരു നടപടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തോട് കൊടുക്കുന്നുണ്ട്. അത് നാം ചെയ്യുന്നത് സവിശേഷമായി നമ്മളിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നതല്ലാതെ സവിശേഷമായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്ത് ചെയ്താലും അതിന് പ്രത്യേകമായ മെറിറ്റ് ഉണ്ടെന്ന് ഉടമ്പടി ധ്യാനങ്ങളിൽ നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. നമുക്കറിയാം, അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതം നമ്മളെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന 3 കാര്യങ്ങളിലേക്കാണ് എപ്പോഴും കൊണ്ടുപോവുക. അതാദ്യത്തത് കൊയ്നോണിയയാണ്, ദൈവവും മനുഷ്യരുമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധം. അത് സ്നേഹത്തിൽ റിപ്പയർ ചെയ്തെടുക്കുവാൻ, എല്ലാവരോടും രമ്യതയിലായിരിക്കുവാൻ, പ്രാർത്ഥനയിൽ ശാക്തീകരിക്കപ്പെടുവാൻ, ആത്മബലത്തോടുകൂടി ജീവിതത്തെ വിശുദ്ധീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് കൊയ്നോണിയ. അത് ഉടമ്പടിയുടെ പ്രഥമ പടിയാണ്. ദൈവത്തോടുള്ള ബന്ധം അത് വിശുദ്ധമായിരിക്കണം. അതിനെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സമുള്ള പാപക്കറകളുടെയും വീഴ്ചകളുടെയും മേഖലകളെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നടക്കണം. സഹോദരനോടുള്ള ബന്ധവും അത് വിശുദ്ധമായിരിക്കണം. അതിലുള്ള ഏതെങ്കിലും അകൽച്ചയും ഏതെങ്കിലും കലഹവും ഏതെങ്കിലും തരത്തിലുള്ള കുറവുമുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ നമ്മൾ തയ്യാറാവണം. രണ്ടാമത്തത് ഉടമ്പടി ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് ഡയക്കോണിയ. നമുക്കറിയാം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ നമ്മൾ നിരന്തരം സന്നദ്ധതയുള്ളവരാവണം. അതാണ് കാരുണ്യ പ്രവൃത്തികളിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം മറ്റുള്ളവരുടെ സേവനത്തിന് വേണ്ടി ഇല്ലായ്മകളിൽ അവരുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാനായി നാം നിരന്തരം ശ്രദ്ധയുള്ളവരാകും. മൂന്നാമത്തെ ഉടമ്പടിയുടെ അടിസ്ഥാന ഘടകമാണ് കെരിഗ്മ, പ്രഘോഷണം. ഈശോയെ, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ ഏതൊരിടത്തിലും, ഏതൊരു സമൂഹത്തിലും, ഏതൊരു വ്യക്തിയോടും അത് പറയുവാൻ എനിക്ക് സന്തോഷമുള്ള വ്യക്തിയാകണം. ഈ കൊയ്നോണിയ, ഡയക്കോണിയ, കെരിഗ്മ, ഈ 3 അടിസ്ഥാന ഘടകങ്ങളിലാണ് മരിയൻ ഉടമ്പടി കാലുറച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കണം, ദൈവത്തോടും മനുഷ്യരോടുമുള്ള എൻ്റെ ബന്ധങ്ങൾ എപ്പോഴും വിശുദ്ധമായും ബലവത്തായും നിലനിൽക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള സാധ്യതകളെയും സാഹചര്യങ്ങളെയും ഞാൻ കണ്ടെത്തുകയും നന്നായി അതിനുവേണ്ടി ഞാൻ കാരുണ്യ പ്രവൃത്തികളിൽ ദൈവസ്നേഹത്തെ പ്രതി വളരുകയും ചെയ്യുന്നുണ്ടോ? മൂന്നാമത്തത്, എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ട് ദൈവനാമത്തെ ഉച്ചരിക്കുവാൻ എൻ്റെ അധരത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ ഞാൻ എപ്പോഴും സന്തോഷമുള്ള വ്യക്തിയാണോ? ഈ മേഖലകളിൽ നമുക്ക് കുറവുണ്ടെങ്കിൽ നമ്മുടെ ഉടമ്പടിയിലുള്ള പോരായ്മയാണത്. അത് തിരുത്തിക്കൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ കുറേ കൂടി ബലവത്താകുന്നത്, ഫലവത്താകുന്നത്, അനുഗ്രഹിക്കപ്പെടുന്നത് അനുഭവിക്കുവാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ മകൾക്ക് ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.